വേണോ? എന്തെങ്കിലും ആട്ടെ. കർത്താവെ, അടുത്ത കുരിശാവോ? ഹായ്. ഞാൻ ഗ്രൗണ്ട് ഫ്ലോറിലേക്കാ. കുട്ടി എങ്ങോട്ടാ? ഞാനിവിടെ ഫോർട്ട് കൊച്ചി വരെ. അയ്യോ, ഫോർട്ട് കൊച്ചിയിൽ ഇതിൽ പോകാൻ പറ്റത്തില്ല. അതിനപ്പുറത്തെ ലിഫ്റ്റിൽ കയറണം. അതെയോ? അറിയിച്ചേനെ നന്ദി കേട്ടോ. ഇവള് കുറച്ച് വിളഞ്ഞ വിത്താണല്ലോ. കർത്താവേ, ഓപ്പൺ ആവില്ലേ? സ്റ്റക്ക് ആവണേ. സ്റ്റക്കായോ? യെസ്. അല്ല, നിങ്ങൾ ഗ്രൗണ്ട് ഫ്ലോറിലേക്കല്ലേ? ഇതിപ്പോ തേർഡ് ഫ്ലോർ ആയിട്ടുള്ളൂ. ശരി. ഇന്ന് നല്ല ദിവസമാണല്ലേ മോനെ? ഓ പിന്നെ, ഇതിലും നല്ല ദിവസം എന്റെ ജീവിതത്തിൽ ഉണ്ടാവുമെന്നാ സംശയം. എന്തുവാ? അല്ല, നല്ല വണ്ടർഫുൾ ദിവസം എന്ന് പറയുമായിരുന്നു. വണ്ടർലാൻഡോ? അവിടെ പോണതിന് എന്തിനാ ഇങ്ങോട്ട് വന്നത്? കർത്താവെ, പൊണ്ടാരത്തിന് ചെവിയും കേക്കില്ലേ? കേക്കോ? അതിന് ക്രിസ്മസ് കഴിഞ്ഞില്ലേ? ഞാനൊന്നും പറഞ്ഞില്ല എന്റെ അമ്മച്ചി. സന്തോഷം. പെട്ടു. ഡോർ അങ്ങോട്ട് തുറക്കടാ മോനെ. അതിന്റെ സ്വിച്ച് വർക്ക് ചെയ്യുന്നില്ല. അത് തന്നെ, ആ സ്വിച്ച് അങ്ങോട്ട് ഓണാക്ക്. അത് വർക്ക് ചെയ്യുന്നില്ല തള്ളേ. നിനക്ക് വർക്കുണ്ടെങ്കിൽ ഞാനത് വേണം. ആ ഡോർ അങ്ങോട്ട് തുറക്കടാ. ഇതൊന്തൊരു പരീക്ഷണ കർത്താവെ. കണ്ട ഞെക്കി ഞെക്കി കേടാക്കിയില്ലേ? ഓ, ഇനി എന്റെ അഞ്ചത്തേക്ക് കയറിക്കോ. ഇത് പണ്ടാരത്തെയാണോ കണിയുണ്ടാവും? കർത്താവേ, 10 മിനിറ്റ് കൊണ്ട് വളച്ചു വരാന്ന് പറഞ്ഞു പോയ ആളാ 1 മണിക്കൂറായി. അവള് വളയുന്ന ടൈപ്പൊന്നും അല്ല. എന്താടാ, വളഞ്ഞോ? പോടാ. ഇവിടെ മനുഷ്യൻ ജീവിതം എടുത്തിരിക്കുമ്പോഴാ അവന്റെ ഒരു വളയ്ക്കല്. അതെന്താ, അവള് വളഞ്ഞില്ലേ? വളഞ്ഞു. ദാ ഇവിടെ എന്റെ അടുത്ത് ഇരിപ്പുണ്ട്. മനുഷ്യനെ ചെവിതല കേൾപ്പിക്കുന്നില്ല. ആഹാ, എന്നാ ഒന്ന് കൊടുക്കടാ അവക്ക്. ഇപ്പൊ കൊടുക്കാം. താനോടെ പോയി കിടക്ക. തനിക്കൊരു ഉത്തരവാദിത്തമില്ലേ? ഉത്തരവാദിത്തമില്ലേ? എടാ നാറി, നീ ഇങ്ങോട്ട് വാടാ. നീ ഇങ്ങോട്ട് വാടാ, നിന്നെ ശരിയാക്കി തരാ. അമ്പടവില്ല, നീ വിചാരിച്ചാ ഈ തലയെ പറ്റിക്കാന്ന്? പോടാ. നീ കൊറേ നേരായി നീ എന്നെ നിനക്ക് ഉത്തരവാദിത്തമില്ലേ? ആരും കേട്ടില്ലല്ലോ. അവന്റെ ആക്ഷൻ കാണുമായിരുന്നു. വെറും ഷോ എന്ന് വെച്ചാൽ വെറും ഷോ ആയിരുന്നു. ഹായ്. ഹായ് ജോഫിൻ. ഓ, റോയ് സർ. സാറോ? എങ്ങനെ പരിചയം? കോളേജിൽ സീനിയർ ആണെന്ന് കരുതി ഇത്രയ്ക്ക് ബഹുമാനം വേണോ? റോയ് ഇവിടെ? ഇതെന്റെ കോഫി ഷോപ്പാണോ? ഓ, ഐ സി. എന്നിട്ട് കോഫിയൊക്കെ കുടിച്ചോ? നമ്മൾ കുടിച്ചിട്ട് ഐ എം ലീവിംഗ് നൗ. ഓ, എന്തായാലും നടക്കട്ടെ, പിന്നെ എപ്പോഴെങ്കിലും കാണാം. ബൈ. റോയ് ഐസക്. എടി സാറേ, നീ ഒരു കാര്യം ശ്രദ്ധിച്ചോ? ജോഫിന് റോഷനോടുള്ള പെരുമാറ്റം നീ കണ്ടോ? എന്തൊരു ബഹുമാനാടി, സാർ എന്നൊക്കെ വിളിക്കുന്നു. ശരിയാ, ഒരു ജൂനിയർ സീനിയർ റെസ്പെക്ടിന് പുറമെ വേറെന്തൊക്കെയോ ഉണ്ട്. എന്നിട്ട് ലിഫ്റ്റിന്റെ വാതിൽ തുറന്നപ്പോ ഇവന്റെ മുഖം കണ്ടിരുന്നു. ഒരു വരി പാണ്ടിലോറി കയറിയ തവളനെ പോലെ. ലിഫ്റ്റിന്ന് ഇറങ്ങി വരുമ്പോ ഇവൻ ക്ഷീണിച്ച് വീണില്ലെന്നേ ഉള്ളൂ. ഇവൻ ഇതൊന്നും കിട്ടിയാ പോരാ. എന്നാലും ആ സീൻ ആലോചിക്കുമ്പോഴാ ചിരി നിർത്താൻ പറ്റുന്നില്ല. അതെനിക്ക് നേരിട്ട് കാണാൻ പറ്റിയില്ലല്ലോ എന്റെ കർത്താവേ. ഇത് നമ്മൾ ശരിക്കും ആഘോഷിക്കേണ്ടതാ. ആനന്ദേ, നിനക്കൊരു പാക്കറ്റ് ലഡു എങ്കിലും വാങ്ങിച്ചോണ്ട് വന്നോടായിരുന്നോ? എന്തിനാ ലഡു മാത്രം ആക്കുന്നേ? കുറച്ച് പടക്കം കൂടെ വാങ്ങി പൊട്ടിക്ക്.
ഇതാണല്ലേ എല്ലാ പഞ്ചാരക്കുട്ടന്മാർക്കും ഒരു ദിവസം ഉണ്ടെന്ന് പറയുന്നത്. ദേ പറു, നിനക്കെന്നെ പട്ടിന്ന് വിളിക്കണമെങ്കിൽ വിളിച്ചാ മതി, അല്ല വളഞ്ഞു പിടിച്ചിട്ടേ കൈ കൊടുക്കണ്ട. എനിക്ക് പട്ടിയോട് ചോദിക്കേണ്ടി വരും നിന്നെ അങ്ങനെ വിളിക്കുന്നതിന്റെ മുമ്പേ. എന്നാ പോയി ചോദിച്ചിട്ട് വാ. നീ ചോദിക്കുന്ന ഭാഷ പട്ടിക്ക് മനസ്സിലാവും. എല്ലാവരും വർഗമാണല്ലോ. ആ മതി രണ്ടുപേരും ഇതിന്റെ പേരും പറഞ്ഞ് കടിച്ചു കയറണ്ട. ഇന്നെന്തായാലും ടോണി ഡേ ആയി കൊണ്ടാടും. എന്താ സാറേ ഇത്? നിനക്കെങ്കിലും എന്നോട് കുറച്ച് സ്നേഹം ഉണ്ടാവുമെന്നാ ഞാൻ കരുതിയത്. എന്നാ കേട്ടോ. ഇല്ല. ഒരൊറ്റ തന്നോട്ടോ. എന്താടാ ഒരു പാട്? ചുമ്മാ ഇരിക്കും. എന്ത് പാട്? എടാ ടോണി, ഞാൻ നിന്നോട് പറഞ്ഞല്ലേ ആ ക്രീമൊന്നും തേച്ചിട്ട് കാര്യമില്ല, പാടൊന്നും മാറില്ലെന്ന്. ആ പാടല്ല, ചുവന്ന കല അടി കിട്ടിയ പോലത്തെ ഒരു പാട്. നോക്കട്ടെ. സത്യം പറയടാ ടോണി, ഇന്നേത് പെണ്ണിന്റെ കയ്യിൽ നിന്ന് നീ അടി വാങ്ങിച്ചത്? എനിക്കൊരു കോള് വരാനുണ്ട്, ഞാനൊന്ന് പുറത്തേക്ക് പോട്ടെ. അങ്ങനെ പോലെ എന്താ കാര്യമെന്ന് പറഞ്ഞിട്ട് പോയാ മതി. ആ ലിഫ്റ്റിലെ തള്ളയില്ലേ, അവർക്ക് ചെവി കേൾക്കാൻ പറ്റത്തില്ലെന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ വലത്തെ ചെവി കുറച്ച് കേൾക്കായിരുന്നു. അവരെന്നെ എന്തൊക്കെയോ പറഞ്ഞപ്പോ ഞാൻ അവരെ കുറെ തെറി പറഞ്ഞു. പക്ഷെ മുഴുവൻ തെറിയും പറഞ്ഞത് അവരുടെ വലത്തെ സൈഡിൽ നിന്നായിരുന്നു. അതിന്റെ ആഫ്റ്റർ എഫക്റ്റാ. മതി മതി, വേണ്ട. എന്നാലും ടോണി, പെൺകുട്ടികളുടെ കയ്യിൽ നിന്ന് അടി വാങ്ങിക്കുന്നതിന് ഒരു അന്തസ്സുണ്ടായിരുന്നു. ഇത് കണ്ട തള്ളമാരുടെ കയ്യിന്ന് അയ്യേ 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 ചോദിച്ചാ അയ്യേ. എടാ ഇങ്ങനെ കളിയാക്കുമ്പോ നീ തളരാൻ പാടില്ല. ഇന്നൊരു തീരുമാനം എടുക്കണം. ഇനി സ്ത്രീകൾക്ക് ഞാൻ എന്റെ കവിള് വിരിച്ചു കൊടുക്കില്ലെന്ന്. കാരണം എത്ര നാളായിടാ ഇങ്ങനെ, ഇനിന്ന് മാറ്റിപ്പിടിക്കണ്ടേ? നീ പോടാ. അയ്യേ 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 അയ്യേ.